അപ്പോൾ നമ്മുടെ ITBP ടെലികമ്മ്യൂണിക്കേഷൻ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫിസിക്കൽ ഒരുപാടധികം സമയം കഴിഞ്ഞിട്ടാണെങ്കിലും അതിൻ്റെ ഫിസിക്കൽ നടന്നിട്ടുണ്ടായിരുന്നു. അടുത്തത് അതിൻ്റെ റിട്ടൺ എക്സാമിനേഷനാണ് നടക്കാനായിട്ട് പോകുന്നത്. എന്ന് നടക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റും കാര്യങ്ങളും ലഭിച്ചിട്ടില്ല. ലഭിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ എന്നും അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ITBP ടെലികമ്മ്യൂണിക്കേഷൻ്റെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ കണ്ടൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിന് മുൻപ് നിങ്ങളുടെ അടുത്ത് പറയാം, നമ്മുടെ ഈ ഒരു PDF മെറ്റീരിയലിനെ കുറിച്ച് ധാരാളം മോശമായിട്ടുള്ള കാര്യങ്ങൾ മുമ്പോട്ടേക്ക് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ഇടയുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു PDF മെറ്റീരിയൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാടധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് അക്കാഡമീസ് പർച്ചേസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരുപാടധികം കുട്ടികൾ വാങ്ങി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം കൊണ്ട് തന്നെ അക്കാഡമീസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാടധികം അക്കാഡമീസ് വാങ്ങുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അവർ നമ്മുടെ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതൊന്നും ഒരു ഇഷ്യൂ അല്ല. പക്ഷേ മേ ബി അത് അവർക്ക് ചിലപ്പം 10,000-15,000 രൂപക്കൊക്കെ നിങ്ങൾക്ക് ക്ലാസ് തന്നിട്ട്, അതായത് ഒരു ക്ലാസ് എടുപ്പിച്ചിട്ട് ഈ ഒരു PDF എന്നൊക്കെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് മോശമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാകും. മേ ബി ചിലവർ അങ്ങനെ ഉണ്ടാവില്ല, എല്ലാ സോഴ്സിൽ നിന്നും കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൂടി ഉണ്ടാകാം. അത് ഞാൻ പറയാനുള്ള കാരണം കൺക്ലൂഡ് ചെയ്യാൻ മൊത്തം പറയാം. അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില കുട്ടികൾ വാങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരും ഇത് വാങ്ങി പഠിച്ചാൽ എനിക്ക് മാർക്ക് കുറയല്ലോ എന്നുള്ള രീതിയിൽ കുറച്ച് പേർ അങ്ങനെയും ചിന്തിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കുന്നതിൽ തടയിടാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മുടെ റിസൾട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹൈലൈറ്റ് പേജ്, ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ ഹൈലൈറ്റ് പേജ് നിങ്ങൾ നോക്കിയാൽ മതി. PSC ആണെങ്കിലും അതുപോലെ തന്നെ SSC ആണെങ്കിലും ദെൻ RRBൻ്റെ നമ്മൾ അധികം ക്രിയേറ്റ് ചെയ്യാറില്ല. RRBയിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ഇറങ്ങുന്നതായിരിക്കും. RRB ഗ്രൂപ്പ് D NTPC ഒക്കെ ഉണ്ട്, പക്ഷെ അതിലധികം ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല രീതിയിൽ തന്നെ റിസൾട്ട് നമ്മൾ ഉണ്ടാക്കി കാണിച്ചതാണ് PDF മെറ്റീരിയലിലൂടെ. അപ്പോൾ RRBയിലേക്ക് നമ്മൾ കടക്കും, നല്ല രീതിയിൽ തന്നെ കിടക്കുന്നതായിരിക്കും. പിന്നെ UPSCയിലേക്കും കടക്കാനുണ്ട്. UPSC നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇരിക്കുന്നതായിരിക്കും. പിന്നെ സൈറേൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ സൈറയും ഇപ്പോൾ നിലവിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിലൊക്കെ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകം പറയുകയാണ്. വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ ഡിസിഷനാണ്. എന്തായാലും നമ്മൾ നിങ്ങളുടെ ആഗ്രഹപ്രകാരം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആവശ്യപ്പെട്ടതായിരുന്നു. ഇത് നമ്മൾ പോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല എഫേർട്ട് തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കൺസേൺ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ വാങ്ങുന്ന ആളടുത്ത് പറയാം, ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട, മറ്റൊരു രീതിയിലാണ് വേണ്ടത്, അതുപോലെ തന്നെ എന്താണോ നിങ്ങളുടെ കൺസേൺ അത് തീർച്ചയായിട്ടും അവരുടെ അടുത്ത് പറയാവുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ കിടക്കാൻ ഈ ഒരു PDF കിടക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കാണാൻ സാധിക്കും. ഇത് 10th ബേസ് ആണ് കേട്ടോ. നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ ITBP കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ 10th പാസിൻ്റെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ജനറൽ നോളജ്, അതായത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് വന്നത് കാണാൻ സാധിക്കും. ജനറൽ നോളജ് വന്നിട്ടുണ്ട്, പിന്നെ മാത്സ് വന്നിട്ടുണ്ട്, പിന്നെ ഇംഗ്ലീഷ് കംപ്രഹെൻഷൻ, ഇംഗ്ലീഷ് വന്നിട്ട്. ഈ 4 ഭാഗത്താണ് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട്. ആദ്യം ചോദ്യം, അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ, അതിനുശേഷം കൃത്യമായിട്ടുള്ള ആൻസർ, പിന്നെ എങ്ങനെ ആൻസറിലേക്ക് എത്തി എന്നുള്ള എക്സ്പ്ലനേഷൻ. ഇത് മലയാളത്തിൽ തയ്യാറാക്കാനാവില്ല, കാരണം ഇതിൻ്റെ പരീക്ഷ വരുന്നത് ഇംഗ്ലീഷിലാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോഡിങ് ആൻഡ് ഡീകോഡിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്തിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു PDF പേജിൽ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 ഭാഗമാകുമ്പോൾ 200 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു PDF പേജിലൂടെ ലഭിക്കും. ഇത് റീസണിങ് നമ്മുടെ കഴിഞ്ഞു. റീസണിങ്ങിൽ മൊത്തം 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ടോട്ടലി നമ്മൾക്ക് 4 ഭാഗമാകുമ്പോൾ 200 ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ബേസ് ലെവൽ ചോദ്യം ഉണ്ടാകാം, അതായത് ചെറിയ കുട്ടികൾ പഠിക്കുന്ന ലെവൽ ചോദ്യം ഉണ്ടാകാം. അതുപോലെ IIT ലെവൽ, അതായത് അത്രക്ക് ഹാർഡായിട്ടുള്ള ചോദ്യങ്ങളുണ്ടാകും. രണ്ടും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ബേസ് ചെയ്യുന്നത് ചോദ്യം എങ്ങനെ വരും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് വരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റീസണിങ് പോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, മാത്സും എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പം വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സിമ്പിൾ പഠിച്ചുകൊണ്ട് സിമ്പിൾ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു +2 ലെവലിൽ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ലെവലിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ടുള്ള മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ തെറ്റിക്കാനുള്ള ചാൻസ് ഒരു 90% തെറ്റിക്കാനുള്ള ചാൻസ് അങ്ങ് കൂടും. അതില്ലാതാക്കാനാണ് ഹൈ ലെവലും കൂടി നമ്മൾ നമ്മുടെ ബ്രെയിനിനെ മാക്സിമം ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിങ്ങനെയുള്ള സംഭവങ്ങൾ കുറച്ചുകൂടെ അധികം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ജനറൽ നോളജ് ഉണ്ട്, എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സിലബസും കൂടി നമ്മളെപ്പോഴും PDF മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അധികത്തിൻ്റെ, അതായത് ആവശ്യമുള്ളതിൻ്റെയൊക്കെ കൂടെ നമ്മൾ PDF മെറ്റീരിയൽ, അതായത് PSCൻ്റെ നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെയൊക്കെ സിലബസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് PSCൻ്റെ പോലീസ് കോൺസ്റ്റബിൾ CPOൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിസൺ ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒന്നും സിലബസ് ഇല്ല, ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പോസ്റ്റിനും കൂടി നിങ്ങൾക്ക് വിത്ത് സിലബസോട് കൂടിയാണ് നമ്മൾ സിലബസും കൂടി കാണിച്ചു തരാം.
സോ ഇതാണ് ITBP സിലബസ്, ടെലി കമ്മ്യൂണിക്കേഷൻ സിലബസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ITBP കോൺസ്റ്റബിൾ ടെലി കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ സിലബസിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ളത്. ഇത് നോട്ടിഫിക്കേഷൻ നമ്മളെടുത്ത ഭാഗമാണ് കേട്ടോ. നോട്ടിഫിക്കേഷനിൽ ഇതുപോലെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് നമ്മളന്ന് കൃത്യമായിട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 2 മണിക്കൂറിൻ്റെ പരീക്ഷ 100 മാർക്കായിരിക്കും. അതുപോലെ 10th ലെവൽ എക്സാം ആയിരിക്കും. അപ്പോൾ ഓരോരോ ഭാഗത്തു നിന്ന് എത്ര മാർക്ക് വെച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഇതിലൂടെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. ഇവിടെ മാത്സിന് നല്ല രീതിയിൽ വരുന്ന കാണാൻ സാധിക്കുന്നതാണ് മാർക്ക്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ സിലബസാണ് പിന്നെ ചുവടെ താഴേക്ക് കൊടുക്കുന്നത്. എന്തായാലും താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും ഓൾസോ ഇവിടെ നിങ്ങൾക്ക് ഒരു നമ്പർ കാണാൻ സാധിക്കും. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരാണ് നിങ്ങൾക്കറിയാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മുടെ വാട്സപ്പിൻ്റെ ഇതിലേക്ക് പോകും, നമ്മുടെ കൊടുക്കുന്ന ആളടുത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും, പർച്ചേസ് ചെയ്യാനായിട്ട് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിന് മുമ്പായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു QR കോഡ് കാണാൻ സാധിക്കും. അതിൽ 84 രൂപ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു PDF അവിടെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അല്ല അവിടെ ചെന്ന് എൻക്വയറി ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കണ്ട.